ഹലോ ഫ്രണ്ട്സ്, വളരെ സോഫ്റ്റ് ആൻഡ് യമ്മി ആയിട്ടുള്ള ഡേറ്റ്സ് കേക്ക് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് സ്വാഗതം. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് കണ്ടു നോക്കാം. ഒരു സോസ് പാനിലോട്ട് ഞാനിവിടെ 1 കപ്പ് ഡേറ്റ്സ് കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളം, സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുക്കാനാക്കി വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിതിനെ നല്ല പേസ്റ്റാക്കി അരയ്ക്കണം. വെള്ളം ഒന്നും മാറ്റണ്ട, ഈ വെള്ളത്തോടു കൂടി തന്നെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് മാറ്റി വെക്കണം. ഒരു മിക്സിംഗ് ബൗളിലോട്ട് 85 ഗ്രാം, അതായത് 6 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം 1 കപ്പ് പഞ്ചസാര മെഷർ ചെയ്ത് എടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇതിനെ നമുക്കൊരു 5 മിനിറ്റോളം മീഡിയം ടു മീഡിയം ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. നല്ല മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് തികച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പഞ്ചസാര ഒരു പൊടിക്ക് പഞ്ചസാര കുറച്ച് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് ബീറ്റ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് സ്പാറ്റില ഉപയോഗിച്ച് സൈഡിൽ നിന്നൊക്കെ വടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും മിക്സിങ് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 5 മിനിറ്റ് മീഡിയം ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പേൽ യെല്ലോ കളർ മാറിയിട്ട് നല്ല വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എഗ്സ് ചേർത്ത് കൊടുക്കാം. ഈ റെസിപ്പിയിലോട്ട് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള 2 എഗ്സാണ് ആവശ്യമുള്ളത്. പക്ഷെ ഒരുമിച്ച് ചേർക്കരുത്. ആദ്യം ഒരെണ്ണം ചേർത്തിട്ട് ഒരു 2 മിനിറ്റ്സോളം നമുക്ക് മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ആ 2 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് എഗ്ഗും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഡേറ്റ്സ് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആദ്യമേ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തണുത്തതിന് ശേഷം ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് മീഡിയം ഹൈ സ്പീഡിൽ ഇതിനെ ബീറ്റ് ചെയ്തെടുക്കാം. സ്പാറ്റുല വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബാറ്ററിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കണം. 1 നുള്ളു ഉപ്പും കൂടെ ചേർക്കണം. നമ്മുടെ കേക്ക് ബാറ്ററിൽ ഒരുപാട് കട്ടകൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ 2-3 പ്രാവശ്യമായിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട്. ഓരോ പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊരു സ്പാറ്റിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഇങ്ങനെ റഫായിട്ട് മിക്സ് ചെയ്യാണ്ട് വളരെ ജെൻറ്റിലായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ചോപ്പ് ചെയ്ത ഡേറ്റ്സും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഡേറ്റ്സ് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന 1.5 കപ്പ് മൈദയിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ മൈദ എടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പം ഈ ഡേറ്റ്സ് അങ്ങോട്ട് താഴോട്ട് സിങ്കായി പോവില്ല കേട്ടോ. അവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റെങ്കിലും പ്രീഹീറ്റ് ചെയ്യാനാക്കി വെച്ചിട്ടുണ്ടാവണം. ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലോട്ട് ഞാൻ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ വെച്ച് ലൈൻ ചെയ്തിട്ടുള്ള കേക്ക് ടിന്നാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിന് നമ്മുടെ മിഡിൽ റാക്കിൽ വെച്ചിട്ട് ഇതിന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബേക്കിംഗ് ടൈം 40 to 50 മിനിറ്റ്സ് ആണ്. നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് തൊട്ട് മുന്നേ ഇതുപോലെ 10-12 പ്രാവശ്യം നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രം ബേക്ക് ചെയ്തെടുക്കണം. ഏകദേശം 47 മിനിറ്റ്സ് എടുത്തിട്ട് ഇത് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട് എനിക്ക്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇത് കുക്ക്ഡ് ആയോ എന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നടുക്കൊന്ന് പ്രിക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിന് ഇങ്ങനെ ബാറ്റർ, ഇങ്ങനെ വെറ്റ് ബാറ്റർ ഒന്നും വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കേക്ക് ബേക്ക് ആയിട്ടുണ്ടെന്നാണ്. അതിന് ആ ഒരു കേക്ക് ടിന്നിൽ 4 മിനിറ്റ് അങ്ങനെ തന്നെ എടുത്ത് വെക്കണം. അപ്പോൾ ആ 4 മിനിറ്റിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഇതുപോലെ കമത്തിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിനെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം സോഫ്റ്റ് മോയ്സ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണെന്ന്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും ആ ഒരു ഡേറ്റ്സ് ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു മോയ്സ്നെസ്സിന് ഒരു കുറവും വരില്ല. ഭയങ്കര ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.